यथा ऋषिकेशकलेन देवकी कंसेन रुद्धादिचिरं शुचार्पिता विमोचिताहं च सहात्मजा विभो त्वयैव नादेन मुहुर्विपद्गणाथ. ഋഷികേശ, ദുഷ്ടനായ കംസൻ കാരാഗൃഹത്തിൽ അടച്ചതു കാരണം ചിരകാലം ദുഃഖിച്ച ദേവകീ മാതാവിനെ മോചിപ്പിച്ചതുപോലെ അങ്ങ് എന്നെയും എന്റെ മക്കളെയും വീണ്ടും വീണ്ടും എല്ലാ ആപത്തുകളിൽ നിന്നും രക്ഷിച്ചു. പിഷാൻ മഹാഗ്നേ പുരുഷാദർശന ദസൽസഭായ വനവാസകൃച്ഛ്രഥ മൃതേ മൃതേനേക മഹാരഥാസ്ത്രഥോ ദ്രൗണ്യസ്ത്രതച്ഛാസ്മ ഹരേഭി രക്ഷിത. ഹരേ കൃഷ്ണ, എന്തെല്ലാം ആപത്തുകളിൽ നിന്നാണ് അങ്ങ് ഞങ്ങളെ രക്ഷിച്ചത്. ഭീമസേനനെ വിഷത്തിൽ നിന്ന്, ഞങ്ങളെയെല്ലാം അരക്കില്ലത്തിലെ തീയിൽ നിന്നും, രാക്ഷസന്മാരിൽ നിന്നും, ചൂതുകളി നടന്ന അസത്തുക്കളുടെ സഭയിൽ നിന്ന്, അനേകം യുദ്ധങ്ങളിൽ മഹാരഥന്മാരുടെ അസ്ത്രങ്ങളിൽ നിന്ന്, ഇപ്പോൾ അശ്വത്ഥാമാവിന്റെ ബ്രഹ്മാസ്ത്രത്തിൽ നിന്ന്. വിപദസ്സന്തു ന ശശ്വ തത്ര തത്ര ജഗദ്ഗുരോ ഭവതോ ദർശനം യസ്യ തപുനർഭവ ദർശനം. ജഗൽഗുരു, ഞങ്ങൾക്ക് ഇടയ്ക്കിടെ ആപത്തുകൾ സംഭവിച്ചുകൊണ്ടിരിക്കട്ടെ. കാരണം അപ്പോഴെല്ലാം പുനർജന്മവും സംസാര ദുഃഖവും ഇല്ലാതാക്കുന്ന അങ്ങയുടെ ദർശനം ഞങ്ങൾക്ക് ലഭിക്കുമല്ലോ. ജന്മൈശ്വര്യശ്രുതശ്രീപി ഏതമാനമതപുമാൻ നൈവാർഹത്യ വിദാതും വൈ ത്വാമകിഞ്ചന ഗോചരം. ജന്മം, ഐശ്വര്യം, പാണ്ഡിത്യം, ധനം എന്നിവ കൊണ്ട് മതം വർദ്ധിച്ച ഒരുവന് സ്വന്തമായി ഒന്നുമില്ലെന്ന് കരുതുന്നവർക്ക് മാത്രം കാണാവുന്ന അങ്ങയുടെ നാമം ഉച്ചരിക്കാൻ പോലും സാധ്യമാവുന്നില്ല. നമോ കിഞ്ചന വിത്തായ നിവൃത്ത ഗുണവൃത്തയേ ആത്മാരാമായ ശാന്തായ കൈവല്യ പദയേ നമഃ. സ്വന്തമായി ഒന്നുമില്ലാത്തവരുടെ സമ്പത്തായ അങ്ങേക്ക് നമസ്കാരം. ത്രിഗുണങ്ങളുടെ പ്രവർത്തനത്തിന് അതീതനായ അങ്ങേക്ക് നമസ്കാരം. സ്വന്തം ആത്മാവിൽ മാത്രം രമിക്കുന്നവനും ശാന്തനുമായ അങ്ങേക്ക് നമസ്കാരം. ജീവന്മാർക്ക് മോക്ഷം നൽകുന്ന അങ്ങേക്ക് നമസ്കാരം. മന്യേ ത്വാം കാലമീശാനം അനാദിനിധനം വിപും സമം ചരന്തം സർവത്ര ഭൂതാനാം യന്മിതകലീ. അങ്ങ് ആദിയും അന്തവുമില്ലാത്ത കാലസ്വരൂപനായ ജഗന്യന്താവും ജഗൽപ്രഭുവുമാണെന്ന് ഞങ്ങൾ കരുതുന്നു. ആ നിലയിൽ അങ്ങ് എല്ലാവരിലും സമനാണ്. കാലം തന്നെയാണ് ജീവികൾക്ക് തമ്മിൽ കലഹത്തിനു കാരണം. ന വേദ കച്ചിത് ഭഗവൻ ചികീർഷിതം തവേഹമാനസ്യ നൃണാം വിഡംബനം ന യസ്യ കച്ചിത് ദയിതോസ്തി കർഹിചിത ദേശയസ്മിൻ വിഷമാമതിർനൃണ. ഭഗവൻ അവതാരങ്ങളിൽ അങ്ങ് മനുഷ്യരുടെ രീതികൾ അനുകരിക്കുമ്പോൾ അങ്ങയുടെ ഉദ്ദേശം എന്താണെന്ന് ആർക്കും അറിയാനാവുന്നില്ല. അങ്ങേക്ക് പ്രിയനായോ ദേഷ്യനായോ ആരുമില്ല.
മനുഷ്യർ അങ്ങനെ കരുതുന്നത് അവരുടെ ഭേദബുദ്ധി കാരണമാണ്.